വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്നും ഓരോ ദിവസവും പുറത്തുവരുന്നത് കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ്. നിരവധി പേരുടെ ജീവൻ കവർന്നെടുത്ത ഈ ദുരന്തത്തിനിടയിലും തലനാരിഴയ്ക്ക് ജീവൻ തിരികെ പിടിച്ച ആളുകളും നിരവധിയുണ്ട്. അത്തരത്തിൽ 40 ദിവസം മാത്രം പ്രായമായ അനാറയോടും 6 വയസ്സുകാരൻ മുഹമ്മദ് ഹയാനോടുമൊപ്പം ദുരന്തത്തെ അതിജീവിച്ച കഥ പറയുകയാണ് ഉമ്മ തൻസീറ. മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഉമ്മ തൻസീറ, ഇവരുടെ ഉമ്മ ആമിന, വല്യുമ്മ പാത്തുമ്മയടക്കം 6 പേരും കുത്തൊഴുക്കിൽപ്പെട്ട് തെറിച്ചു പോവുകയായിരുന്നു. എന്നാൽ അനാറയെ കയ്യിൽ ചേർത്ത് പിടിച്ച് തൻസീറ തൊട്ടടുത്ത കെട്ടിടത്തിന്റെ ടെറസിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. വീണ്ടും വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ അനാറ കയ്യിൽ നിന്നും ഊർന്നു പോയെങ്കിലും അവളുടെ കൈകളിൽ പിടുത്തം കിട്ടി. കയ്യിൽ തൂങ്ങി നിന്നതിനാൽ കൈകൾക്ക് പൊട്ടൽ സംഭവിച്ച നിലയിൽ അനാറ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഇതേസമയം കുത്തൊഴുക്കിൽപ്പെട്ട് ഹയാൻ 100 മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു പോവുകയായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ കിണറിന്റെ കപ്പി കൊടുക്കുന്ന കമ്പിയിൽ തൂങ്ങി നിന്ന നിലയിൽ ഹയാനെ രക്ഷാപ്രവർത്തകർ എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. കുരുന്നുകൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലും ഉമ്മയും വല്യമ്മയും നഷ്ടമായതിന്റെ ഷോക്കിലുമാണ് ഇപ്പോൾ തൻസീറ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 296 ആയിട്ടുണ്ട്. ഇന്ന് 7 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. വെള്ളാർമല സ്കൂൾ റോഡിൽ നിന്നാണ് 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ചാലിയാറിൽ നിന്ന് ഇന്ന് കണ്ടെത്തിയത് 2 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ്. ഉരുൾപൊട്ടലിൽ മരിച്ച 107 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മരിച്ചവരിൽ 27 പേർ കുട്ടികളാണ്. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ 6 സോണുകളായി 40 ടീമുകളായാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്.